ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈത്തണും അതുപോലെ തന്നെ VS കോഡ് ഇൻസ്റ്റാളേഷൻ ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുകയും ചെയ്തു. ഈ വീഡിയോ മുതൽ നമ്മൾ നമ്മുടെ പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ പൈത്തണിലെ വേരിയബിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മളിപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ബുക്സ് ഇട്ട് വെക്കാനായിട്ട് ഒരു പെട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മേലിൽ ബുക്ക് എന്ന് ഒരു ലേബിൾ എഴുതി ഒട്ടിക്കും. അതുപോലെ തന്നെ പേന ഉണ്ടെങ്കിൽ പേനക്ക് ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ പെണ്ണെഴുതി ഒട്ടിക്കും. അതുപോലെ തന്നെ അടുക്കളയിൽ മഞ്ഞപ്പൊടിക്ക് ഒരു പാത്രം, മുളക് പൊടിക്ക് ഒരു പാത്രം, പഞ്ചസാരക്ക് ഒരു പാത്രം. ഓക്കെ, ഈ ഇട്ട് വെക്കുന്ന പാത്രത്തിനെയാണ് പ്രോഗ്രാമിൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലാക്കിയാൽ മതി, ബാക്കി നമുക്ക് കോഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, നമുക്ക് ഇന്നലെ ചെയ്ത പോലെ തന്നെ ഒരു ഫോൾഡർ നമുക്ക് ഉണ്ടാക്കണം. ഞാൻ അതിനായി ഇപ്രാവശ്യം ഈ ഡോക്യുമെന്റിൽ വന്ന് ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. അതിന് ജസ്റ്റ് പൈത്തൺ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ഈ ഫോൾഡർ നമ്മൾ VS കോഡിൽ ഓപ്പൺ ചെയ്യണം. ഒന്നിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളിപ്പോൾ വിൻഡോസോ മാക്കോ ലിനക്സോ ആണെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. എൻ്റെ ഇപ്പോൾ അത് കാണിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്തു. ഇനി ആ ഡോക്യുമെന്റ്സിലുള്ള ഫോൾഡറിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മൾ ചെയ്ത ആ പൈത്തൺ ആ ഫോൾഡറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായാലും അവിടെ ജസ്റ്റ് കോഡ് സ്പേസ് ഡോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ കറന്റ് ഫോൾഡർ നമ്മൾ നിൽക്കുന്ന ആ ഡയറക്ടറി VS കോഡിൽ ഓപ്പൺ ആകും. ഓക്കെ, നമ്മളിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം index.py എന്ന് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ ഡയറക്റ്റ് പ്രിന്റ് എന്ന് എഴുതി അതിനകത്ത് ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ഒരു വേരിയബിളിലേക്ക് മാറ്റാൻ സാധിക്കും. ഞാനിവിടെ തൽക്കാലം ഗ്രീറ്റ് എന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. ആ ഡബിൾ കോട്ട്സിന് അകത്ത് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിനകത്ത് ഏതായാലും കുഴപ്പമില്ല, ആ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ വേരിയബിൾ പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, നേരത്തെ പോലെ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, ആ ഗ്രീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെർമിനലിൽ അത് പ്രിന്റ് ആയി കാണും. കണ്ടോ, ഹലോ. നമുക്കിവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഹായ് വേൾഡ് എന്ന് കൊടുത്ത് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഹായ് വേൾഡ് എന്ന് പ്രിന്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി ഇപ്പോൾ നമുക്ക് നെയിം സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നെയിം. ഓക്കെ, നമുക്ക് അവിടെ നെയിം കൊടുക്കാം. ഉണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ ഏജ് വേണമെങ്കിൽ ഏജ്, അവിടെ ഏജ് കൊടുത്തു. നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നെയിം. ഇവിടെ നമ്മുടെ നെയിം പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏജ് കൂടെ കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ നെയിമും ഏജും ഇവിടെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും വേരിയബിൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നമുക്ക് ആ വേരിയബിളിനകത്തുള്ള വാല്യൂ മാറ്റി കൊടുക്കാനും സാധിക്കും. ഓക്കെ, ഞാൻ അവിടെ നെയിം എന്ന് കൊടുത്തിട്ട് അത് മാറ്റി വേറൊരു പേര് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ആ പുതിയ പേര് ഇവിടെ പ്രിന്റായി വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ഇങ്ങനെ അല്ലാതെ ഒരു പ്രിന്റ് ഫംഗ്ഷനകത്ത് തന്നെ കോമയിട്ട് ആ നെയിമും ഏജും വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. കണ്ടോ, ഇതാണ് വേരിയബിൾസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നെയിം കൊടുത്തത് ഡബിൾ കോട്ട്സിനകത്താണ്. ഏജ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. അവിടെ ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ പേരും നെയിമും പ്ലേസും എല്ലാം ജസ്റ്റ് വേരിയബിളിലാക്കി പ്രിന്റ് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.